വാർക്ക കമ്പി TMT ബാസിന് പകരമായിട്ട് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കമ്പികൾ വരുന്നുണ്ട്. ഫൈബർ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ കമ്പി എന്ന് വെച്ചാൽ തീരെ പൊട്ടിപ്പോത്തുമില്ല. കാരണം ഇവിടുത്തെ പല പാലങ്ങളും ഹൈവേയുടെ പണിക്ക് തന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. നിതിൻ ഗഡ്കരി ആയിരുന്നു അതിന് പ്രൊമോട്ടറായിട്ട് തന്നെ വന്നിരുന്നത്. അപ്പോൾ ഫൈബർ ഗ്ലാസിൻ്റെ സ്ക്വയർ ട്യൂബ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ റൂഫിംഗ് ഷീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ സ്ക്വയർ ട്യൂബ്സ് ഇപ്പോഴും ഇരുമ്പാണ് മേടിക്കുന്നത്. പക്ഷേ അത് തന്നെ ഫൈബർ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ബലമുണ്ട്. ഇത് നട്ട് ബോൾട്ടിംഗ് സിസ്റ്റമാണ്, വെൽഡിംഗ് അല്ല. വെൽഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളത് കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ബോൾട്ടിംഗ് ആണ്, ഫാബ്രിക്കേഷനാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഗുണം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തീരദേശത്താണ് കൂടുതൽ. തീരദേശത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ ഇപ്പുറത്താണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ഉപ്പുകാറ്റടിക്കുന്ന പ്രശ്നങ്ങളും കൊറോഷൻ സംഭവിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ട്. ഭയങ്കരമായിട്ട് അതെ. അപ്പോൾ നമ്മൾ വീട് പണിയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കമ്പി TMT കമ്പി ആയിട്ടുള്ളത് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കും. അതിനകത്ത് കൊറോഷൻ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ റൂഫിംഗ് ഷീറ്റുകൾ. എല്ലാ വീട്ടിലും ഇപ്പോൾ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എല്ലാവരും ഷീറ്റുകളുടെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ജോയിന്റുകളും അതേപോലെയുള്ള സ്ക്വയർ ട്യൂബ്സ് ഒക്കെ ഫൈബർ ഗ്ലാസിലേക്ക് മാറിക്കൊണ്ടിരിക്കണം.